NCERT പ്രസിദ്ധീകരിച്ച 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ മധുരിമ എന്ന ചാപ്റ്ററിൽ മോഹൻജദാരോയിലെ നഗ്ന നൃത്തം അവതരിപ്പിക്കുന്ന വെങ്കല പ്രതിമകൾക്ക് അവർ മുണ്ടുടുപ്പിച്ചു. രാജ്യത്തെ ആകമാനം വലിയ വിമർശനം ഉയർന്നു. ആ പ്രതിമകളുടെ ഒറിജിനാലിറ്റി, അതിൻ്റെ സ്വത്വം, അതിൻ്റെ സൗന്ദര്യം, ഇതിനെയെല്ലാം പറിച്ചെറിയുന്നതായിരുന്നു ഈ മുണ്ടുടുപ്പിക്കൽ പ്രക്രിയ. അല്പവസ്ത്രധാരണികളായ സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വെങ്കല പ്രതിമയെ അത് നഗ്നമാണെന്ന് പറഞ്ഞ് മുണ്ടുടുപ്പിച്ച ഇവൻ്റെയൊക്കെ ഈ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് ലജ്ജിക്കുകയേ നിവർത്തി. എന്താണാവോ അവരെ ഇതിനെ പ്രേരിപ്പിച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരു പക്ഷേ ഈ നഗ്നത എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നൊരു ബോധ്യം കൊണ്ടാണോ എങ്കിൽ അവർക്ക് തെറ്റുപറ്റി. നമ്മുടെ സംസ്കാരത്തിൽ പുരുഷ ലിംഗത്തിനോ സ്ത്രീ യോനിയെയോ ഒരു ഒബ്സീന വാക്കായോ അതിനെ വെറുക്കപ്പെടേണ്ടതോ മറക്കപ്പെടേണ്ടതോ ആയ ഒന്നായിട്ടോ ചിത്രീകരിച്ചിട്ടില്ല, കാണുന്നതുമില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ നമ്മുടെ മഹാക്ഷേത്രങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള ലൈംഗിക വീഴ്ചയുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിനെ ഒരുപക്ഷെ സെക്സിനെ സിന്നായി കണ്ട, പാപമായി കണ്ട ക്രൈസ്തവ ചിന്താഗതിയുടെ ഒരു പുനരാവിഷ്കാരമായിരിക്കാം ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. നമുക്ക് ലിംഗവും യോനിയും ഒന്നും ഒബ്സീൻ വാക്കുകളല്ല, മറിച്ച് സായിപ്പിന് അതാണ്. അതുകൊണ്ടാണ് അവയെല്ലാം നമ്മൾ പരസ്യമായി, മലയാളത്തിലുള്ള ഇവയുടെയൊക്കെ പേരുകൾ പരസ്യമായി പറയാൻ അറയ്ക്കുന്നതും നമ്മൾ ഭയക്കുന്നതും. പക്ഷെ അത് തെറ്റാണ്. ഇത് നാമൊക്കെ ജനിച്ചത് തന്നെ, ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തന്നെ ഈ രണ്ട് ഭാഗങ്ങളിലൂടെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതിനെ ഒബ്സീനായിട്ട് കാണുന്ന ആ സംസ്കാരത്തെ വികലമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഏതായാലും NCERT ഇവിടുത്തെ ജനരോഷം മനസ്സിലാക്കി അവരുടെ മണ്ടത്തരം തിരിച്ചറിഞ്ഞ് അത് തിരുത്തി എന്നറിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു.